എന്താണ് നിങ്ങളുടെ അവസ്ഥ? വീടൊക്കെ നഷ്ടപ്പെട്ടോ? പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടോ? ഇനി അവിടെ കിടക്കാൻ പറ്റിയല്ല. ഇനി കിടക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിടക്കണം. ആ വീട്ടിൽ കിടക്കത്തില്ല. വീട് മുഴുവനായിട്ട് പൊളിഞ്ഞു പോയോ അതോ? പൊളിഞ്ഞില്ല. വീടിന്റെ പുറം പോയി, പുറത്തോട്ട് കുറെ കെട്ട് പൊളിഞ്ഞു പോയി. പിന്നെ ആ വെള്ളം വന്നിട്ടും കല്ല് വന്നിട്ടും അതിനിട്ട് അടിച്ചിട്ട് ഭിത്തിയെല്ലാം ഇളകി. അമ്മച്ചിക്ക് എന്തോരം സ്ഥലം ഉണ്ടായിരുന്നു? സ്ഥലമൊക്കെ എങ്ങനെയാണ്? 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. സ്ഥലമൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടോ? ആ ആ അപ്പൊ ഇനി എന്താണ് മുന്നോട്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒക്കെ സഹായമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം എഴുതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ. അങ്ങനെ അങ്ങ് വെച്ച് കിട്ടുവാണെങ്കിൽ കിടക്കാന്നല്ലാണ്ട്. അമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചി എൻ്റെ വീട്ടിലാരുമില്ല. അടുത്തടുത്ത് ഏടത്തി അനിയത്തിമാരും ഉണ്ട്. ആരും അങ്ങോട്ട് വരികയില്ല. ഞാൻ തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണ് വീടൊക്കെ നഷ്ടപ്പെട്ടത്? ഞങ്ങൾ അങ്ങനെ തന്നെ പുഴയുടെ സൈഡിലാണ് പേര. 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇതുകൊണ്ട് പുഴ പെര നടുക്കുണ്ട്. അടുക്കള പെര അങ്ങനെയുള്ള ഭാഗമെല്ലാം മൊത്തം പോയി. പിന്നെ എന്നാ പറയുന്നത്, നടുക്ക് പെര ചുറ്റോട് ചുറ്റും പുഴയായി പോയി. അങ്ങനെയൊക്കെ താമസിക്കാൻ ഒട്ടും പറ്റുമല്ലോ. മൊത്തം പോയി. വീട്ടു സാധനങ്ങളും അങ്ങനെയെല്ലാം ഒന്നുമില്ല, എല്ലാം പോയി. ഈ ഉരുള് പൊട്ടുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു? ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ 10-15 കൊല്ലമായി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ അത്ര അങ്ങ് വെള്ളം മിറ്റത്തോട്ട് കയറി വരൂ എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എങ്ങനെയാ രക്ഷപ്പെട്ടെ? എങ്ങനെയാണ് രക്ഷപ്പെട്ട എന്നാ പറയണ്ട, ഞങ്ങൾ തിണ്ണൽ കുത്തിയിരിക്കുക. ഇങ്ങനെ ഇതായതുകൊണ്ട് മിറ്റത്തൂടെ അപ്പം വെള്ളം കയറി ഇങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ. അത് പുഴയിൽ കുറെ കല്ലുണ്ടായിരുന്നു. ആ കല്ലെല്ലാം അങ്ങ് ഉരുണ്ടു പോയി കഴിഞ്ഞപ്പം വെള്ളം താഴോട്ട് ഇറങ്ങി. ഇത് കുറവായല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ ഇരുന്നു. ഞാൻ പെരയിലോട്ട് കയറി നേരത്താണ് ഈ വലിയ ഉരുള് പൊട്ടി വരുന്നത്. അപ്പം മോനുണ്ടായിരുന്നു വാതക്കല്. മോൻ എന്നോട് പറഞ്ഞു, മമ്മി ഓടിക്കോന്ന് പറഞ്ഞു. ഇറങ്ങി വരുമ്പോൾ എൻ്റെ കാണുന്നത് വലിയ തിരമാല അടിച്ചു വരുന്ന പോലെ തിണ്ണെ കിടന്ന കസേര എല്ലാം കൂടെ വാതക്കലോട്ട് വെള്ളം തള്ളി കയറ്റുന്നു. ഈ കൊച്ചെന്നെ ഉന്തി മിറ്റത്തി അടിച്ചു. എന്നിട്ട് ഒരു കയ്യാൽമാട്ടെ കൂടെ അവനെ ഉന്തി കയറ്റി. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പോഴും പെരയിൽ ഇറങ്ങത്തില്ല. ഒരു സാധനം എടുത്തിട്ടുമില്ല, ഒന്നുമില്ല. പെട്ടിയെല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ള? അമ്മയും മോനും മാത്രമേ ഉള്ളൂ? മോനും മോന്റെ ഭാര്യയുണ്ട്. അവളന്ന് അവിടെ വീട്ടിലില്ലായിരുന്നു. അവള് നാദാപുരത്തെ ഒരു ആശുപത്രിയിലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ രണ്ടും ഉള്ളായിരുന്നു. പിള്ളേരൊന്നും ഓർക്കില്ല. അത് കാരണം അങ്ങനെ ജീവൻ കിട്ടി, അത് പറഞ്ഞാൽ മതി. ദൈവാനുഗ്രഹം കൊണ്ട് ജീവൻ. അത്രയേ ഉള്ളൂ. താമസിക്കണേ ആരെങ്കിലും കനിയണം, അല്ലാണ്ട് ഒന്നുമില്ല. ഭർത്താവ് ഒന്നുമില്ല. 22 കൊല്ലം മുമ്പ് പുള്ളി ക്യാൻസർ വന്ന് മരിച്ചു പോയതാ.